ബ്രേക്കിംഗ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും SIT ചോദ്യം ചെയ്തു. തിങ്കളാഴ്ച അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കെയാണ് ചോദ്യം ചെയ്യൽ. ADGP H. വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ 8 മണിക്കൂറോളമാണ് ചോദ്യം ചെയ്തത്. ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഹരിമോഹൻ, ഗുഡ് മോർണിംഗ്. ഹരി, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്ത് കുറ്റപത്രം അവസാനമായി തയ്യാറാക്കുന്നതിന് മുമ്പുള്ള പഴുതടച്ചുള്ള ഒരു നീക്കമാണോ SIT നടത്തിയിരിക്കുന്നത്? അന്തിമ കുറ്റപത്രം എപ്പോഴത്തേക്ക് തയ്യാറാകും? ഹരി, ഗുഡ് മോർണിംഗ്. അരുൺ, ഗുഡ് മോർണിംഗ്. തിങ്കളാഴ്ചയാണ് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി ഹൈക്കോടതി നൽകിയിരിക്കുന്ന സമയം 29-ാം തീയതി. അന്ന് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ഇന്നലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ചെയ്യൽ നടന്നത്. പോലീസ് ആസ്ഥാനത്ത് വെച്ചായിരുന്നു ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ADGP H. വെങ്കടേഷിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ചോദ്യം ചെയ്ത് 2025, അതായത് ഇത്ര കാലവും 2019-ലെ ദ്വാരപാലക പാളികളും കട്ടിളപ്പാളികളും സംബന്ധിച്ചിട്ടുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ചോദ്യം ചെയ്യലെങ്കിൽ 2025-ൽ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട എന്നാൽ അവസാന ഘട്ടത്തിലെ ചോദ്യം ചെയ്യലാണ് ഇന്നലെ പോലീസ് ആസ്ഥാനത്ത് 8 മണിക്കൂറോളം നീണ്ട ADGPയുടെ നേതൃത്വത്തിൽ നടന്നത്. ആ ചോദ്യം ചെയ്യൽ എന്ന് പറയുന്നത് 2025-ൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വാറണ്ടി ഉണ്ട് എന്ന് പേര് പറഞ്ഞുകൊണ്ട് ദേവസ്വം ബോർഡ് ഈ പാളികൾ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള അനുമതി കൊടുക്കുകയായിരുന്നു. അതായത് ദ്വാരപാലക പാളികളാണ്. ആ പാളികൾ ചെന്നൈയിലേക്ക് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ തന്നെ കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുമതി കൊടുക്കുകയായിരുന്നു ദേവസ്വം ബോർഡ് ചെയ്തത്. അപ്പോൾ അന്നത്തെ ഇടപാടുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള ദുരൂഹത, അതിപ്പോൾ നിലവിൽ SITക്ക് ആ ദുരൂഹത ഉണ്ട് എന്ന് തന്നെയാണ് സംശയം. അപ്പോൾ പോറ്റിക്ക് അതിനകത്തുണ്ടായിരുന്ന ഇടപാടുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അന്ന് കൊടുത്ത അപേക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് SITക്ക് ചില സംശയങ്ങളുണ്ട്. അക്കാര്യത്തിലൊക്കെ തന്നെ സംശയ ദൂരീകരണം നടത്തേണ്ടതുണ്ടായിരുന്നു. അതായത് 2025-ൽ പാളികൾ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ പോവുകയാണ് SIT എന്നുള്ളതാണ് പ്രധാന കാര്യം. അപ്പോൾ ആ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് എല്ലാ തരത്തിലുള്ള മൊഴികളും രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് ഇവരെ പ്രതി ചേർക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും SIT ലക്ഷ്യമിടുന്നത്. അതിലും ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയായിരിക്കും. ദേവസ്വം ബോർഡ് പ്രതികളായിട്ടുള്ള PS പ്രശാന്തും അജികുമാറും സന്തോഷും അടക്കമുള്ളവർ പ്രതികളാവും. ആ സമയത്ത് ഉണ്ടായിരുന്ന തന്ത്രി കണ്ഠരര് രാജീവർ ഈ കേസിൽ പ്രതിയാവും. അപ്പോൾ ഈ 2025-ലെ ഒരു കേസ് കൂടി വരാനിരിക്കുന്ന സാഹചര്യത്തിലാണ് അന്ന് ഈ പാളികൾ കൊണ്ടുപോയതിനകത്ത് നടപടിക്രമങ്ങളിൽ വലിയ രീതിയിലുള്ള വീഴ്ച ഉണ്ടായി എന്നുള്ള SITയുടെ കണ്ടെത്തൽ വരുന്നത്. ആ നടപടിക്രമങ്ങളിലെ വീഴ്ച ബോധപൂർവമാണ് എന്നുള്ള സംശയം തന്നെയാണ് SITക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് തന്നെയാണ് SIT എത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആ നടപടിക്രമങ്ങളിൽ വീഴ്ച വരുത്തേണ്ടുന്ന സാഹചര്യത്തെക്കുറിച്ച് കൃത്യമായി പറയാൻ കഴിയുമെന്ന് SIT കരുതി. എന്തായാലും 8 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലായിരുന്നു. തിങ്കളാഴ്ച റിപ്പോർട്ട് സമർപ്പിക്കുമ്പോഴായിരിക്കും എന്തൊക്കെയായിരിക്കും ആ പ്രധാന കണ്ടെത്തലുകൾ എന്നുള്ള കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരിക. അരുൺ, ഓക്കെ, താങ്ക് യു. ഹരിമോഹനാണ് വിവരങ്ങൾ നൽകിയത്.